ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഒരു രാഷ്ട്രത്തലവനാണ് പറയുന്നത് ഒരു സംസ്കാര ചടങ്ങിൽ കൂടുന്നവരെ വേണമെങ്കിൽ ഒറ്റ വെടിക്ക് തീർക്കാം, പിന്നെ അവിടെ ചർച്ചയ്ക്ക് ആരും ഉണ്ടാവില്ലല്ലോ, എന്തായാലും സ്വാഭാവികമായി ആ രാജ്യത്തിലെ പ്രധാന നേതാക്കളെല്ലാം അതിൽ പങ്കെടുക്കും, അതുകൊണ്ട് അവരെല്ലാം കൂടെ എനിക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അങ്ങ് തീർക്കാം, പക്ഷേ ചർച്ചയ്ക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നൊക്കെ പറയുന്നു. ഒരു രാജ്യത്തലവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലോകരാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടാവുന്നുമില്ല. സർ, സംസ്കാരമില്ലാത്ത ഒരു രാജ്യത്തലവൻ, മറ്റ് രാജ്യങ്ങളാണ് ട്രംപിനെ ഇത്രയും വലുതാക്കിയത്. എന്താ വെച്ചാൽ ഒരു സമ്പന്ന രാജ്യം എന്നുള്ള രീതിയിൽ എന്താ വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയാൾ ആ രീതിയിൽ കണ്ടു, അയാൾ കണ്ടമാനം ഉയർന്നു. ഖൊമേനിയുടെ ഈ സംസ്കാര ചടങ്ങിലും അയാളുടേതായിട്ടുള്ള സംസ്കാരം ഇല്ലായ്മയാണ് സാർ ആ സംസ്കാര ചടങ്ങിൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണട്ടെ, അവര് തിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരുടെ സംസ്കാരമില്ലാത്ത ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള ഒരു പ്രയോഗം പോലും. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ ഒരു രാഷ്ട്രത്തലവൻ ഒരു കാര്യത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചുമൊക്കെയാണ്. വെച്ചാൽ രാഷ്ട്രത്തലവൻ്റെ വാക്കുകളുടെ ഓരോ ധ്വനിക്ക് പോലും പല അർത്ഥമുണ്ട്, അങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് പല രാഷ്ട്രത്തലവന്മാരും വളരെ ശ്രദ്ധിച്ച് ആലോചിച്ചൊക്കെ പ്രതികരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പോലും ഇനി അവർക്ക് ഉള്ളിൽ ശത്രുതയുണ്ടായാൽ പോലും ഒരു ശത്രു മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സംസ്കാര ചടങ്ങ് കാണുമ്പോൾ അതിനെ പരിഹസിക്കില്ല. അതൊരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് പ്രതികരിക്കുന്നത്. നമസ്കാരം കിരണേ. ബിനോയ് പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു പ്രവർത്തനമാണ് ട്രംപിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും വാല്യൂ ഉള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഒരു കോമാളിയായിട്ടാണ് നമുക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പറ്റുന്നത്. രണ്ട്, മനുഷ്യത്വം ഇല്ലാത്ത ഒരു ലോകത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എല്ലാ മീഡിയകളും പറയുന്നു, ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇവരെ എല്ലാം കൊല്ലാം, എല്ലാവരെയും ഒന്നിച്ച് കിട്ടിയിരിക്കുന്നു എന്ന്. പക്ഷേ അദ്ദേഹം അമേരിക്കയുടെ ബഹുമാന്യനായ പ്രസിഡന്റ്, കോമാളിയായ പ്രസിഡന്റ് ട്രംപ് കരുതേണ്ടുള്ള കാര്യം, ട്രംപിനെ വേണമെങ്കിലും ആർക്കും എപ്പോഴും എന്തും ചെയ്യാം. പക്ഷെ ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റിന് ഒരു സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളാരും അങ്ങനൊരു വാക്ക് പറയുകയോ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഒരാൾ പോലും ഏർപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ആ പ്രസ്താവന അദ്ദേഹം തിരുത്തണം. ലോക നേതാക്കളോടും ലോക പൊതുസമൂഹത്തിനോടും അദ്ദേഹം മാപ്പ് പറയണം. ഞാനിവിടെ നിന്ന് CPM-മാർ പറയുന്നതിനൊക്കെയല്ല, രാജിവെക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തെ എല്ലാ വലിയ നേതാക്കന്മാരും ശക്തമായ പ്രതികരണം അദ്ദേഹത്തിനെ അറിയിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ മഹാരാജ്യം, ഇന്ത്യ മഹാരാജ്യം നല്ല നയതന്ത്ര ബന്ധം ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുലർത്തലിന് പോലും, കാരണം നമ്മൾ ഈ പശ്ചിമേഷ്യൻ രാജ്യവുമായിട്ട് നല്ല നയതന്ത്ര ബന്ധമാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പെട്രോളും ഗ്യാസും നമുക്ക് വേണ്ട ഇന്ധനങ്ങളും ഒക്കെ ആവശ്യം പോലെ തരാം, അതിൽ വിലയല്ല പ്രശ്നമെന്ന്. പക്ഷെ അവിടെയും ഒരു കരടായി വരുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങണമെന്നാണ്. പക്ഷെ ഇന്നത്തെ ഈ വാക്ക് അദ്ദേഹം പറഞ്ഞത് ലോകത്തെ മനുഷ്യനായി ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു പ്രതിഷേധം ഈ ട്രംപിന് നേരെ. ട്രംപിനെ രണ്ടാമതും പ്രസിഡന്റ് ആക്കിയത് അമേരിക്കൻ ജനതയ്ക്ക് പറ്റിയ ഒരു തെറ്റാണെങ്കിലും ഇന്ത്യ മഹാരാജ്യം പോലെ അല്ല, അവർക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വിവരവും വിവേകവും ഇല്ലാത്ത ട്രംപിനെ തിരിച്ചു വിളിക്കണം. ഇന്ത്യ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം. നമ്മൾ ബരാക് ഒബാമയും ജോ ബൈഡനെയും ഒക്കെ ഓർത്തു പോകണം. ജോർജ് ബുഷാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ക്രൂരൻ ഈ ഇറാഖ് യുദ്ധസമയത്ത്. പക്ഷെ അതല്ല, അതിനേക്കായി വെറും ക്രൂരനായ ലോകത്തിന്റെ പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ്, അതിലും എത്രയോ വലിയ ക്രൂരൻ ജോർജ് ബുഷുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ട്രംപ് അതിന്റെ 1000 മടങ്ങ് ക്രൂരതയുള്ള മനുഷ്യനായിട്ടാണ് ലോകത്തിന്റെ മുമ്പിൽ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് 80 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ ഇന്റർനാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസും ശക്തമായി പ്രതിഷേധിക്കുകയാണ്, പ്രതികരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.